Hello friends, welcome back to my channel Biomate. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രി S2 കോംപ്ലിമെൻ്ററി കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ആണ്. സോ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമുക്ക് ഫസ്റ്റ് എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്നത് പഠിക്കാം. അപ്പോൾ റേഡിയോ ആക്ടിവിറ്റി എന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ദ ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ആക്റ്റീവ് റേഡിയേഷൻസ് ഫ്രം certain substances is called radioactivity and the substances which emit such radiations are called radioactive substances. So ചില certain substances നിന്നും റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ഫിനോമിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസസിനെയാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഹീറ്റ് എനർജീസോ ലൈറ്റോ ഫിസിക്കൽ സ്റ്റേറ്റ്സോ കെമിക്കൽ കോമ്പിനേഷൻസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഒരു ഫിനോമിനൻസും അതിൽ എന്ത് ചെയ്തിട്ടില്ല, ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു ജസ്റ്റ് ഒരു എൻ്റെ ന്യൂക്ലിയർ പ്രോപ്പർട്ടിയാണ് റേഡിയോ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഇനി നാച്ചുറലി റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ ഇൻഡ്യൂസ്ഡ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മുടെ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കോറിംഗ് ആയിട്ടുള്ള എലമെൻസിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി അസോസിയേറ്റ് ചെയ്തേക്കുന്നതിനെയാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ നാച്ചുറലി ഒക്കോറിംഗ് ആയിട്ടുള്ള എലമെൻസിന് എക്സാമ്പിൾസ് ഉണ്ട്. പൊളോണിയം, റേഡിയം, യുറാനിയം, അതൊക്കെയാണ് നാച്ചുറലി ഒക്കോറിംഗ് എലമെൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ കോസസ് അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറാണ് നോക്കുന്നത്. അപ്പോൾ 3 ടൈപ്സ് റേഡിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൽഫ റേസ് ഉണ്ട്, ബീറ്റ റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റേഡിയോ ആക്ടിവിറ്റി ഫിനോമിനൻ ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ്, ചില എലമെൻസിലെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ ഡീകെ കാരണമാണ്, ഡീകെ ആകുമ്പോഴാണ് അവിടെ റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ എലമെൻസ് ആൻഡ് റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയേഷൻസ് സർട്ടൻ സബ്സ്റ്റൻസസ് ഒരു എലമെൻസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. ആ അൺസ്റ്റേബിൾ ആയിട്ടുള്ള അവിടെ ന്യൂക്ലിയസിൻ്റെ ഡീകെ മൂലമാണ് ആ റേഡിയോ ആക്ടിവിറ്റി ഫിനോമിനൻ ഉണ്ടാകുന്നത്. 3 ടൈപ്പ് റേഡിയേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആൽഫ റേസ്, ബീറ്റ റേസ്, ഗാമ റേസ്. അത് നമുക്ക് എല്ലാത്തിൻ്റെയും ഇൻറ്റൻസിറ്റീസ് പിന്നെ അവിടെ സ്പീഡ് അതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ 3 റേസിൻ്റെയും ഡെഫിനിഷൻസ് അല്ലെങ്കിൽ പോയിന്റ് നോക്കുന്നത്. അതിൽ ആൽഫ റേസ് എന്ന് പറയുമ്പോൾ ആൽഫ റേസിൻ്റെ പേരിനുപരി അത് റേസ് അല്ല, ജസ്റ്റ് അതൊരു ആൽഫ പാർട്ടിക്കിൾസ് ആണ്. റേസ് അല്ല, അതിന് ആൽഫ പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേ ആർ നോട്ട് റേസ്, ബട്ട് ദേ കൺസിസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ്. ഇനി ആൽഫ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത അവർക്ക് പോസിറ്റീവ് ചാർജസ് കാണും. 2 യൂണിറ്റ്സ് പോസിറ്റീവ് ചാർജസ് അവർ ക്യാരി ചെയ്യും. പിന്നെ ഇറ്റ് ഈസ് 4 ടൈംസ് as ഹെവി ആസ് ദി ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനെങ്കിൽ 4 ടൈംസ് ഹെവിയർ ആയിട്ടാണ് കാണുന്നത്. ഇനി ആൽഫ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി ലൈറ്റിൻ്റെ വെലോസിറ്റി ആയിട്ട് കമ്പയർ ചെയ്താൽ 1/10 ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ലൈറ്റ് ആണ്. പിന്നെ അവരുടെ പാർട്ടിക്കിൾസ് റിലേറ്റീവ്ലി ലാർജർ സൈസാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസിലി സോളിഡ് മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ സോളിഡ് മാറ്ററിൽ കൂടെ ഈസിലി പാസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അവർക്ക് ചില ലേയേഴ്സ് സോളിഡ്സ് ലൈക്ക് മൈക്ക, അലുമിനിയം പോലുള്ള സോളിഡ്സ് കൂടെ മാത്രമേ അവർക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ വലുതാണ്. ഇനി ബീറ്റ റേസിലേക്ക് വരുവാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ് ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ആൽഫ പാർട്ടിക്കിൾസ് മീൻസ് 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ് ക്യാരി ചെയ്യുന്നതാണ് ആൽഫ പാർട്ടിക്കിൾസ്. ബീറ്റ റേസ് അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ് ആണ് ബീറ്റ പാർട്ടിക്കിൾസ്. ഇനി വെലോസിറ്റി ഓഫ് ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 10 ടൈംസ് ദ വെലോസിറ്റി ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആണ്. അല്ലെങ്കിൽ അത് വെലോസിറ്റി ഓഫ് ലൈറ്റുമായിട്ട് സെയിം ആണെന്നും പറയാം. ഓക്കെ. ഇനി ആൽഫ പാർട്ടിക്കിൾസിനെ കാട്ടി ഇവർ ലൈറ്ററാണ്, വെയിറ്റ് ലൈറ്ററാണ്. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എഫക്റ്റ് കുറവുമാണ്. പക്ഷേ അവർക്ക് ഈസി ആയിട്ട് അവർക്ക് പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ലൈറ്ററുമാണ്, ഫാസ്റ്ററുമാണ്. അപ്പം ആൽഫയെ കാട്ടി അവർ ലൈറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ലെസ് ലൂമിനോസിറ്റി ആണുള്ളത്. സോ ഇറ്റ് ഈസ് ഒരു സിങ്ക് സൾഫൈഡ് പോലുള്ള പ്ലേറ്റ്സിലേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ലെസ് ലൂമിനോസിറ്റി ആയിരിക്കും കാണിക്കുന്നത്. ആൽഫ റേസിനെ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾസിനെ കാട്ടി ബീറ്റ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത അവർ ലൈറ്റർ ആയിരിക്കും, അവർ കൂടുതൽ ഫാസ്റ്റർ ആയിരിക്കും. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലാർജർ സൈസ് ആയിരിക്കും. സോ അവർക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് പാടായിരിക്കും. ഇനി നമുക്ക് ഗാമ റേസ് ആണ്. ഗാമ റേസ് എന്ന് പറയുന്നത് അറ്റോമിക് ഡിസിൻറ്റിഗ്രേഷൻ്റെ ഒരു സെക്കൻഡറി എഫക്റ്റ് ആണ് ഗാമ റേസ് ഉണ്ടാകുന്നതിൻ്റെ കാരണം. ഗാമ റേസ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെയോ ബീറ്റ പാർട്ടിക്കിളിൻ്റെയോ എമിഷന് ശേഷം കുറച്ച് ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ ലെഫ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ഹയർ എനർജി സ്റ്റേറ്റ് ആണ്. അവിടെ ന്യൂക്ലിയസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും. ഹയർ എനർജി സ്റ്റേറ്റ് ആയിരിക്കും ആൽഫയുടെയും ബീറ്റയുടെയും പാർട്ടിക്കിൾസിൻ്റെ എമിഷന് ശേഷം. അപ്പോൾ എക്സസ് എനർജി അവിടെ റിലീസ് ചെയ്യുന്നു. എക്സസ് എനർജി റിലീസ് ചെയ്യുന്നത് ഫോട്ടോൻ്റെ രീതിയിലാണ് റിലീസ് ചെയ്യുന്നത്. അത് ഗാമ റേഡിയേഷൻ ആണ്. അപ്പോൾ ഗാമ റേസ് ആ എനർജി റീഅറേഞ്ച്മെൻറ്റ് എന്താണ് അറേസ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണ്, അല്ല
അതായത് ഈ ആൽഫ ബീറ്റ പാർട്ടിക്കിൾസിൻ്റെ എമിഷൻ മൂലമാണ് ഗാമ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്നത്. അതാണ് അതിനെ പറയുന്നത് ഇറ്റ് വാസ് എ സെക്കൻഡറി എഫക്റ്റ് ഓഫ് ദി ആറ്റോമിക് ഡിസിൻറ്റിഗ്രേഷൻ. അത് എക്സ് റേസ് അല്ലെങ്കിൽ ലൈറ്റ് റേസിനൊക്കെ സിമിലർ ആണ് ഗാമ റേസ് എന്ന് പറയുന്നത്. ഹൈ അയണൈസേഷൻ ആണ്, എയറിലൊക്കെ അവർക്ക് ഹൈ അയണൈസേഷൻ കപ്പാസിറ്റിയാണ്. ലിവിങ് ടിഷ്യൂസിന് ഗാമ റേസ് വളരെ ഹാംഫുൾ ആണ്. ഗാമ പാർട്ടിക്കിളിന് ഒക്കൂർ ചെയ്യുന്ന അയണൈസേഷൻ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും അവിടെ ഒക്കൂർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ന്യൂക്ലിയർ ചാർജസ് നോക്കാം. ഇപ്പോൾ ന്യൂക്ലിയർ ചാർജസ് എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾസിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹീലിയം ന്യൂക്ലിയൊക്കെ ആൽഫ പാർട്ടിക്കിൾസ് ആയിട്ട് എടുക്കാം. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ നമുക്ക് എടുക്കാം. ഇപ്പം ഒരു ആറ്റം ഒരു റേഡിയോ ആക്റ്റീവ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ആറ്റംസ് ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസും എമിറ്റ് ചെയ്യുമ്പോൾ അത് പിന്നീട് ചേഞ്ച് ചെയ്ത് മറ്റൊരു എലമെൻ്റായിട്ട് മറ്റൊരു എലമെൻസിൻ്റെ ആറ്റംസ് ആയിട്ട് മാറും. ആ ഒരു ന്യൂ എലമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഡോട്ടർ എലമെൻറ്റ്സ് എന്ന് പറയും. നമ്മൾ ഓരോ ആൽഫ പാർട്ടിക്കിൾസിൽ അത് നമുക്ക് ഡിഫറെൻറ്റ് കേസസ് പഠിക്കാറുണ്ട്. ആൽഫ പാർട്ടിക്കിൾ മാത്രമല്ല, ആൽഫ പാർട്ടിക്കിൾ എമിഷൻ, ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ, ഗാമ റേഡിയേഷൻ എമിഷനെ നമുക്ക് പഠിക്കാറുണ്ട്. അതിലെല്ലാം ഡോട്ടർ എലമെൻറ്റ്സ് ഫോം ചെയ്യും. അതായത് ഒരു ആറ്റത്തിൻ്റെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റിൻ്റെ ആറ്റംസിൽ ആൽഫ പാർട്ടിക്കിൾസും ബീറ്റ പാർട്ടിക്കിൾസും എമിറ്റ് ചെയ്യുമ്പോൾ വേറൊരു പുതിയ എലമെൻറ്റ് ഉണ്ടാവും. ആ പുതിയ എലമെൻറ്റിന് പറയുന്ന പേരാണ് ഡോട്ടർ എലമെൻറ്റ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഓരോ റേഡിയേഷൻസിലും അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എമിഷനാണ്. ആൽഫ പാർട്ടിക്കിൾസിൻ്റെ എമിഷനിൽ ഇപ്പോൾ ലൈക്ക് ഒരു ഹീലിയം ന്യൂക്ലിയം എന്ന് പറയുന്നത് ആൽഫ പാർട്ടിക്കിളാണ്. അവിടെ അങ്ങനെ എമിറ്റ് ചെയ്യുമ്പോൾ മാസ് നമ്പർ 4 യൂണിറ്റ്സ് ഡിക്രീസ് ചെയ്യുകയും അറ്റോമിക് നമ്പർ 2 യൂണിറ്റ്സ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ 4 യൂണിറ്റ്സ് മാസ് നമ്പറും ഡിക്രീസ് ചെയ്യും, 2 യൂണിറ്റ്സ് അറ്റോമിക് നമ്പറും ഡിക്രീസ് ചെയ്യും. സോ ശ്രദ്ധിച്ചേക്കാം. ഇപ്പോൾ നമ്മളിവിടെ യുറാനിയം 238 ആണ് അവരുടെ മാസ് നമ്പർ, 92 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ എലമെൻറ്റ് മാസ് നമ്പറും അറ്റോമിക് നമ്പറും ചേർത്ത് എഴുതുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ ഈ യുറാനിയത്തിൻ്റെ എന്ത് ചെയ്യുന്നു, മാസ് നമ്പർ 4 പ്രാവശ്യം കുറയും, അറ്റോമിക് നമ്പർ 2 പ്രാവശ്യം കുറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, അറ്റോമിക് ടേബിളിൽ വേറൊരു എലമെൻറ്റ് ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ മാസ് നമ്പർ 4 പ്രാവശ്യം കുറയുമ്പോൾ അത് 234 ആവും. 2 വട്ടം അറ്റോമിക് നമ്പർ കുറയുമ്പം 90 ആവും. അപ്പോൾ 234 മാസ് നമ്പറും 90 അറ്റോമിക് നമ്പറും ഉള്ള എലമെൻറ്റിലേക്ക് പോകും. അതാണ് ഡോട്ടർ എലമെൻറ്റ്. ആ ഡോട്ടർ എലമെൻറ്റ് ഇവിടെ എന്ന് പറയുന്നത് തോറിയമാണ്. അപ്പം ഇങ്ങനെ മാറേണ്ട കാരണമാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റേഡിയേഷൻ സംഭവിക്കുമ്പോൾ ഡോട്ടർ എലമെൻറ്റിൻ്റെ ഫോർമേഷൻ. അപ്പം രണ്ട് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ പുതിയ എലമെൻറ്റ് ഫോം ചെയ്യുന്നത് യുറാനിയത്തിൻ്റെ എന്ത് ചെയ്യുന്നു, 2 പ്ലേസ് ലെഫ്റ്റിലായിരിക്കും. അതായത് പാരൻ്റ് എലമെൻറ്റിൻ്റെ 2 പ്ലേസ് ലെഫ്റ്റിലായിട്ടായിരിക്കും പീരിയഡിക് ടേബിളിൽ അത് ഫോം ചെയ്യുന്നത്. അത്രയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. മാസ് നമ്പറും അറ്റോമിക് നമ്പറും എന്താണ് എന്ന് അത് എങ്ങനെയാണ് പീരിയഡിക് ടേബിളിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസിൽ സംഭവിക്കുന്നത്. ഇനി അത് ബീറ്റ പാർട്ടിക്കിൾസ് ആണ് എങ്കിൽ അവിടെ ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്യുന്നത്. മാസ് നമ്പർ 0യും ചാർജ് നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ബീറ്റ പാർട്ടിക്കിളായിട്ടുള്ള ഇലക്ട്രോൺസിൻ്റെ കേസിലാണ് എങ്കിൽ എന്ത് ചെയ്യുന്നു, ഡോട്ടർ എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ മോർ ദാൻ 1 യൂണിറ്റ് ആയിരിക്കും. ഇപ്പോൾ ലൈക്ക് ഇവിടെ 234 മാസ് നമ്പറും അറ്റോമിക് നമ്പർ 90 ആയിട്ടുള്ള തോറിയം നമ്മൾ എടുക്കുമ്പോൾ സെയിം മാസ് നമ്പർ ആയിരിക്കും, അറ്റോമിക് നമ്പർ മാത്രം 1 കൂടുതലായിരിക്കും, മോർ ദാൻ 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് എമിഷൻ ഓഫ് ബീറ്റ പാർട്ടിക്കിൾ. അപ്പം എന്ത് ചെയ്യും, ആ പുതിയ ഫോം ചെയ്യുന്ന ഡോട്ടർ എലമെൻ്റ് എന്ന് പറയുന്നത് പാരൻ്റ് എലമെൻറ്റിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടായിരിക്കും കാണുന്നത്. ഒരു പ്ലേസ് റൈറ്റ് സൈഡ് ആയിരിക്കും, 2 പ്ലേസ് അല്ല, ഒരു പ്ലേസ് ആണ്. കാരണം അറ്റോമിക് നമ്പറിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അത് റൈറ്റ് സൈഡ് ആയിരിക്കും. മാസ് നമ്പർ ഡിഫറൻസ് ഇല്ല, മാസ് നമ്പർ സെയിം ആണ്. അതുകൊണ്ട് തന്നെ അത് റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, പാരൻ്റ് എലമെൻറ്റിന് തൊട്ട് റൈറ്റ് സൈഡിലായിരിക്കും അത് ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പം ബീറ്റ പാർട്ടിക്കിൾസ് എമിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും പുതിയതായിട്ട് ഫോം ചെയ്യുന്ന ഡോട്ടർ എലമെൻറ്റ് തൊട്ട് റൈറ്റ് സൈഡിലായിരിക്കും പാരൻ്റ് എലമെൻറ്റിനെ കാണുന്നത്. പാരൻ്റ് എലമെൻറ്റിന് തൊട്ട് റൈറ്റ് സൈഡായിരിക്കും. അവിടെ മാസ് നമ്പർ പാരൻ്റ് എലമെൻറ്റിൻ്റെയും ഡോട്ടർ എലമെൻറ്റിൻ്റെയും മാസ് നമ്പർ സെയിം ആയിരിക്കും. അറ്റോമിക് നമ്പർ ഒരെണ്ണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ബീറ്റ പാർട്ടിക്കിൾസ് എമിഷനിൽ നടക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഗാമ റേഡിയേഷൻസ് എമിഷൻസ് ആണ്. ഗാമ റേഡിയേഷൻ എമിഷനിൽ മാസോ ചാർജോ ഒന്നും തന്നെ ചേഞ്ച് ആവത്തില്ല. അത് അറ്റോമിക് നമ്പറോ ഒന്നും തന്നെ ചേഞ്ച് ആവുന്നത് അല്ല എന്ന് പറയുന്നത് ഗാമ റേഡിയേഷൻ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഈ കൺസെപ്റ്റിൽ നിന്നാണ് ഒരു ലോ വന്നത്, ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ അത് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത് സാഡി ആൻഡ് ഫജൻസ് ആണ് കൊണ്ടുവന്നത്. എന്താണ് ആ ലോ എന്ന് നമുക്ക് നോക്കാം.
Emission of an alpha particle by an element results in the formation of a new element which lies two places left of the parent element, and the emission of a beta particle results in the formation of a new element which lies one place to the right in the periodic table. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അത് ആൽഫ പാർട്ടിക്കിളിലാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും ബീറ്റ പാർട്ടിക്കിൾ എമിഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രമാണ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റിലെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഗ്രൂപ്പ് 16, 14 വെച്ചുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കി വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോർഷനാണ് ഹാഫ് ലൈഫ് പീരീഡും ആവറേജ് ലൈഫ് പീരീഡും. സോ ഹാഫ് ലൈഫ് പീരീഡിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ട ഫസ്റ്റ് ഒരു ഇക്വേഷനാണ് എന്താ, ലാംഡ ഈസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു ലോഗ് n0/n. ഓക്കെ, അപ്പം ഈ ഒരു കോമൺ ഇക്വേഷനിൽ നമുക്ക് ടി ആണ്, ടി ഹാഫ് ആണ്, അതായത് ഹാഫ് ലൈഫ് പീരീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതുകൊണ്ട് ആ ഒരു ഇക്വേഷനിൽ ടി എന്തായിട്ട് മാറും, ടി ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, ഇനി എൻ എന്ന് പറയുന്നത് n0/2 ആയിട്ട് മാറും. ഓക്കെ, ഇതൊക്കെ സിമ്പിൾ കൺസെപ്റ്റാണ്. അപ്പം ടി ഹാഫ് ആയിട്ട് മാറുന്നു, എൻ എന്ന് പറയുന്നത് n0/2 ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വീണ്ടും മാറ്റി എഴുതുകയാണ്. ലാംഡ ഈസ് ഈക്വൽ ടു 2.303/t ഹാഫ് ഇൻറ്റു ലോഗ് n0/n പകരം എന്താണ് n0/2. ഇനി നമ്മളത് ലോഗ് n0/2നെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്താവും, ലോഗ് n0 ഇൻറ്റു 2/n0. അത് നമ്മൾ രണ്ടും n0യും തമ്മിൽ കട്ട് ചെയ്ത് പോയാൽ പിന്നെ ലോഗ് 2 കിട്ടും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഓഡിയോ കേട്ടിട്ട്. അപ്പം ലാംഡ ഈസ് ഈക്വൽ ടു 2.303/t ഹാഫ് ഇൻറ്റു ലോഗ് 2 വരും. ലോഗ് 2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.3010 അല്ലെങ്കിൽ 3010 ആണ്, അതായത് 3010 ആണ്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. നമുക്ക് കിട്ടുന്ന അവസാനത്തെ ടി ഹാഫ് എന്ന് പറയുന്നത് 0.693/λ. ഓക്കെ, ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/λ. ഇനി ആവറേജ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദി സം ഓഫ് ദി ലൈഫ് പീരീഡ് ഓഫ് ഓൾ ദ ന്യൂക്ലിയർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയർ ആൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോ ആണ് ആവറേജ് ലൈഫ് പീരീഡ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു 1/λ ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/λ എന്ന് ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇവിടെ 1/λ ആണ് കിട്ടേണ്ടത്. അപ്പോൾ 1/λ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ അത് ടി ഹാഫ് ബൈ 0.693 എന്ന് വരും. അത് നമുക്ക് വീണ്ടും ഒന്നും കൂടെ എഴുതാം. 1/0.693 ഇൻറ്റു ടി ഹാഫ് എന്ന് എഴുതാം. 1/0.693ൻ്റെ ഇക്വേഷൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1.44 ആണ്. അപ്പോൾ 1.44 ടി ഹാഫ് എന്ന് കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാനിത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും, പക്ഷേ ഞാൻ എഴുതിയേക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വരും. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതൊന്നും കൂടെ പറയാം. അപ്പോൾ ആവറേജ് ലൈഫ് പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/λ ആണ്. നമുക്ക് ലാംഡ ഓൾറെഡി ഹാഫ് ലൈഫ് പീരീഡിൽ ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. അതായത് ടി ഹാഫ് ഈസ് ഈക്വൽ ടു 0.693/λ ആണ്. ആ ലാംഡയിൽ നിന്നും നമുക്ക് ലാംഡയുടെ വാല്യൂ 0.693/t ഹാഫ്. അത് നമ്മൾ 1/λ ആകുമ്പോൾ എന്താവും, തിരിച്ച് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ചേഞ്ച് ചെയ്യും. ടി ഹാഫ് ബൈ 0.693 എന്നാവും. അത് നമുക്ക് 1/0.693 ഇൻറ്റു ടി ഹാഫ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ടി ഹാഫ് ബൈ 0.693 എന്ന് പറയുന്നത് 1.44 ഇൻറ്റു ടി ഹാഫ് ആണ്. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് കാണാതെ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഹാഫ് ലൈഫ് പീരീഡും ആവറേജ് ലൈഫ് പീരീഡും. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ഫ്യൂഷൻ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് നമുക്ക് ന്യൂക്ലിയർ ഫിഷൻ നോക്കാം. ഇപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ന്യൂക്ലിയസ് ഒന്നോ രണ്ടോ രണ്ടിലധികമോ സ്മാളർ ന്യൂക്ലിയ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ. സ്മാളർ ന്യൂക്ലിയ ഫോം ചെയ്തേക്കുന്നതിന് പറയുന്ന പേരാണ് ഫിഷൻ പ്രൊഡക്ട്സ്. അപ്പം എന്താണോ ഫിഷൻ മൂലം കിട്ടുന്ന കാര്യം അതാണ് ഫിഷൻ പ്രൊഡക്ട്സ്. ആ സ്മാളർ ന്യൂക്ലിയസിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫിഷൻ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ന്യൂട്രോൺ ക്യാപ്ചർ ചെയ്യുമ്പം ഹെവി ന്യൂക്ലിയസ് ക്ലീവ് ചെയ്തിട്ട് രണ്ട് ന്യൂക്ലിയ ആയിട്ട് രണ്ടോ രണ്ടിൽ കൂടുതലോ ആയിട്ടുള്ള ന്യൂക്ലിയ ആയിട്ട് മാറുന്നതാണ് ന്യൂക്ലിയർ ഫിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടോ രണ്ടിലധികമോ ന്യൂട്രോൺസ് ഈ ഫിഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് സ്മോൾ മാസിനെ ഒരു ഭയങ്കര എനർജി ആയിട്ട് മാറ്റുന്നതുകൊണ്ടാണ് അവിടെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാകുന്നത്. പിന്നെ എല്ലാ ഫിഷൻ പ്രൊഡക്ട്സും റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ബീറ്റ എമിഷനും ഗാമ റേഡിയേഷൻസും ആയിരിക്കും അവർ കൊടുക്കുന്നത്. ഇപ്പം ന്യൂട്രോൺസ് ഫിഷൻ വഴി ഉണ്ടാകുന്ന ന്യൂട്രോൺസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ പുതിയ ഫിഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ ചെയിൻ റിയാക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന ഫിഷൻ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്ന ന്യൂട്രോൺസ് പുതിയ ഫിഷൻ റിയാക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്ത് പുതിയ ഫിഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു റിയാക്ഷനെയാണ് ചെയിൻ ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
രണ്ട് ആപ്ലിക്കേഷൻസാണ് ന്യൂക്ലിയർ ഫിഷനിലുള്ളത്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ വാസ് അറ്റോമിക് ബോംബ് ആൻഡ് സെക്കൻഡ് വാസ് ദ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്. അറ്റോമിക് ബോംബ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിഷൻ ചെയിൻ റിയാക്ഷൻ മൂലമാണ് അറ്റോമിക് ബോംബ് ആപ്ലിക്കേഷൻ ഉള്ളത്. ഒന്നിലധികം ന്യൂട്രോൺസ് ഫിഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ബ്രാഞ്ചിൽ ചെയിൻ റിയാക്ഷൻസ് ആയിട്ട് റിസൾട്ട് ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഫാസ്റ്റ് ഫിഷൻ ചെയിൻ റിയാക്ഷൻ മൂലമാണ് അറ്റോമിക് ബോംബ് എന്ത് ചെയ്യുന്നത് ആപ്ലിക്കേഷൻ പറയുന്നത്. ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. ആക്സലറേഷൻ ട്രെമൻഡസ് റേറ്റിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ കേസാണ്. ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിൽ ആപ്ലിക്കേഷനിൽ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് കൺട്രോൾഡ് ഫിഷനാണ്. അപ്പോൾ ചെയിൻ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു റിയാക്ഷൻ നടത്തുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫിഷൻ. കൺട്രോൾഡ് ആയിട്ടുള്ള ചെയിൻ റിയാക്ഷൻസ് ആണ് നടക്കുന്നത്. അതിൽ ആവറേജ് ന്യൂട്രോൺസിനെ ലെഫ്റ്റ് ചെയ്തിട്ട് ഒരു ഫിഷൻ നടക്കുമ്പോൾ എപ്പോഴും ആവറേജ് ന്യൂട്രോൺസിനെ ലെഫ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ചെയിൻ റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യും സ്റ്റഡി ചെയ്തായിരിക്കും ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഉണ്ടാകുന്നത്. ഫിഷൻ എനർജി റിലീസ് ചെയ്യുന്നതെല്ലാം ഹീറ്റ് ഫോംസിലായിരിക്കും ഫിഷൻ എനർജി റിലീസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ ലൈക്ക് ഓഫ് ഹീലിയം നിന്നൊക്കെ ഹെവിയർ ലൈറ്റർ ന്യൂക്ലിയസിൽ നിന്നും ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടാകുന്നതാണ്. ഇവിടെ ഹെവിയർ ന്യൂക്ലിയർ ഹീലിയവും ലൈറ്റർ ന്യൂക്ലിയർ ഹൈഡ്രജനുമാണ്. ലൈക്ക് ഹൈഡ്രജനിൽ നിന്നും ഹീലിയം ഉണ്ടാകുന്ന ഫോർമേഷനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഹെവിയർ ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയസിൽ നിന്നും ഉണ്ടാകുന്നതിന് ഫോർമേഷനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ എച്ച് ബോംബാണ്. അവർക്ക് ക്രിട്ടിക്കൽ മാസ് റിക്വയർമെൻറ്റ് ഇല്ല. എന്ത് ചെയ്യുന്നു ഒരു പ്രാവശ്യം ഇഗ്നൈറ്റ് ചെയ്യുവാണെങ്കിൽ റിയാക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് എത്രത്തോളം ഫ്യൂവൽ അവൈലബിൾ ആണോ അങ്ങനെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ്ട്രീം ആയിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് അച്ചീവ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം വെരി ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം, സഫീഷ്യൻറ്റ് പ്ലാസ്മ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം, ആഡിക്യൂട്ട് ആയിട്ടുള്ള ടൈം ആ ഫ്യൂഷൻ ഒക്വയർ ചെയ്യാനായിട്ട് ആഡിക്യൂട്ട് ആയിട്ടുള്ള ടൈം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ന്യൂക്ലിയർ ഫ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസും N/P റേഷ്യോ ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കംപ്ലീറ്റ്ലി ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. സോ ദ സ്റ്റെബിലിറ്റി ഓഫ് ദി ന്യൂക്ലിയസ് ഈസ് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. അപ്പോൾ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആയിരിക്കും. അതായത് N/P റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. Z=20 വരെ N/P റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഹയർ അറ്റോമിക് നമ്പേഴ്സ് ആണെങ്കിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. N/P റേഷ്യോ ഇൻക്രീസ് ചെയ്ത് 1.6 വരെയൊക്കെ പോകും. Z 92 ആയിരിക്കും. 1.6 വരെയൊക്കെ ഇൻക്രീസ് ചെയ്ത് പോകും. അവിടെ Z എന്ന് പറയുന്നത് 92 ആയിരിക്കും. Z ഗ്രേറ്റർ ദാൻ 92 ആണ് എങ്കിൽ ന്യൂക്ലിയസ് ബിക്കം സോ ലാർജ് ആൻഡ് അണ്ടർഗോ സ്പോണ്ടേനിയസ് ഫിഷൻ. Z 92-നേക്കാട്ടി കൂടുതലാവുകയാണെങ്കിൽ ന്യൂക്ലിയ ഒരുപാട് ലാർജായി സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഫിഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേബിൾ ന്യൂക്ലിയർ കർവിൽ നിന്നും നമ്മൾ ഗ്രാഫ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ ഗ്രാഫിൽ ആ കർവിൽ നിന്നും ഒരുപാട് ക്ലോസർ ചെയ്തായിട്ടേക്കും സ്റ്റേബിൾ ന്യൂക്ലിയർ ഇരിക്കുന്നത്. N/P റേഷ്യോ ഹയറോ ലോവറോ ആയിട്ടുള്ള ന്യൂക്ലിയർ ആണെങ്കിൽ മോർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. സ്റ്റേബിൾ റേഷ്യോനെക്കാട്ടി N/P റേഷ്യോ സ്റ്റേബിൾ റേഷ്യോനെക്കാട്ടി ഹയറോ ലോവറോ ആയവർ റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ സ്റ്റേബിൾ ന്യൂക്ലിയസിൻ്റെ ഫോമിൽ എന്ത് ചെയ്യുന്നു ഡീകേ ചെയ്ത് സ്റ്റേബിൾ ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. അത് മാക്സിമം സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് നോക്കും. ഇപ്പോൾ N/P റേഷ്യോ ഹൈ ആണെങ്കിൽ അതിനെ കുറയ്ക്കാനായിട്ട് മെത്തേഡ്സ് ഉണ്ട്. N/P റേഷ്യോ ലോ ആണെങ്കിൽ അതിനെ കൂട്ടാനായിട്ട് മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് N/P റേഷ്യോ ഹൈ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ദ 2 ways. 2 ways വഴി നമുക്ക് അവരെ റെഡ്യൂസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ബീറ്റ എമിഷനും സെക്കൻഡ് എന്ന് പറയുന്നത് ന്യൂട്രോൺ എമിഷനും. അതിൽ ഫസ്റ്റ് നമുക്ക് ബീറ്റ എമിഷൻ നോക്കാം. അപ്പോൾ ബീറ്റ എമിഷൻ്റെ കേസിൽ ഒരു ന്യൂട്രോണിനെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രിനോയും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ബീറ്റ റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഇത് N/P റേഷ്യോനെ എന്ത് ചെയ്യുന്നു റെഡ്യൂസ് ചെയ്യുന്നു. ഇത്രയും അതിനകത്ത് പറയുന്നുള്ളൂ. അപ്പോൾ ഹൈ ആയിട്ടുള്ള N/P റേഷ്യോനെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ന്യൂട്രോണിനെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രിനോയുമായിട്ട് മാറ്റും. ന്യൂട്രിനോയും ഇലക്ട്രോൺസുമായിട്ട് മാറ്റും. അത് ബീറ്റ റേഡിയേഷനെയാണ് എമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലൈക്ക് അത് N/P റേഷ്യോനെ അപ്പോൾ റെഡ്യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ന്യൂട്രിനോ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു പാർട്ടിക്കിളാണ്. അതിന് 0 മാസും 0 ചാർജൊക്കെ ഉള്ള ഒരു സ്ട്രേഞ്ച് പാർട്ടിക്കിളാണ് നമുക്ക് കിട്ടുന്ന ന്യൂട്രിനോ എന്ന് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന ആ ഒരു ന്യൂട്രിനോ എന്ന് പറയുന്നത്. അത് ആ ഒരു സ്പിന്നിനെ കംപ്ലീറ്റ്ലി ബാലൻസ് ചെയ്യുന്ന ഒരു കഴിവാണ് ന്യൂട്രിനോയ്ക്ക് ഉള്ളത്. അപ്പോൾ ബീറ്റ എമിഷൻ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരാം സ്റ്റേബിൾ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നത് വരെ ഈ ബീറ്റ റേഡിയേഷൻ അല്ലെങ്കിൽ ബീറ്റ എമിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും.
അപ്പം വെൻ ബീറ്റ എമിഷൻ ഒക്വേഴ്സ് ദ എലമെൻറ്റ്സ് മൂവ്സ് വൺ പ്ലേസ് ടു ദ റൈറ്റ് ദ പീരിയോഡിക് ടേബിൾ. നമുക്കറിയാം എങ്ങനെയാണ് ബീറ്റ എമിഷൻ ഒക്വർ ചെയ്യുമ്പോൾ വൺ പ്ലേസ് റൈറ്റ് ടു ദ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പോൾ ആ ഒരു സെയിം കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ന്യൂട്രോൺസിനെ എന്തൊക്കെയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രിനോ. അപ്പോൾ ന്യൂട്രിനോ, പ്രോട്ടോൺ, ഇലക്ട്രോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം ബീറ്റ എമിഷൻ നടക്കും. ബീറ്റ എമിഷൻ നടക്കുമ്പോൾ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ വൺ സൈഡ് റൈറ്റിലേക്ക് പോകുന്നു. ഇങ്ങനെ NBP റേഷ്യോ ഇവിടെ കുറയ്ക്കാൻ പറ്റും. NBP റേഷ്യോ ക്യാൻ ബി ലോ ബൈ ദി ബീറ്റ എമിഷൻ. ബീറ്റ എമിഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഒരു ന്യൂട്രോണിനെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രിനോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനിയുള്ളത് ന്യൂട്രോൺ എമിഷനാണ്. ന്യൂട്രോൺ എമിഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് NBP റേഷ്യോ ഡയറക്റ്റ് വേ ആണ്, റെഡ്യൂസ് ചെയ്യാനുള്ളൊരു ഡയറക്റ്റ് വേ ആണ്. പക്ഷേ ഇത് വെരി റെയർ കേസാണ്. എനർജറ്റിക് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ബൈൻഡിങ് എനർജി ന്യൂക്ലിയസും പിന്നെ ആ ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണിൻ്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ന്യൂട്രോൺ എമിഷനാണ്. അതിനകത്ത് ഒരു ന്യൂട്രോൺ എമിറ്റ് ചെയ്ത് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാസ് നമ്പർ മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈക്വൽ ആയിരിക്കും. അപ്പം NBP റേഷ്യോ ഇത് ഡയറക്റ്റ് വേ ആണ്. പക്ഷേ അത് ഹെവിയർ ആയിട്ടുള്ള എനർജറ്റിക് ന്യൂക്ലിയസിന് മാത്രമേ അത് ഈ ന്യൂട്രോൺ എമിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള. ഇഫ് NBP റേഷ്യോ ഇസ് ഹൈ ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ 2 ways, ദാറ്റ് ഈസ് ബീറ്റ എമിഷൻ ആൻഡ് ദി ന്യൂട്രോൺ എമിഷൻ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ NBP റേഷ്യോ കുറവാവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കൂട്ടാം എന്നാണ്. അത് 3 പോസിബിൾ മോഡ്സ് ഓഫ് ഡീക്കേസ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പോസിട്രോൺ എമിഷൻ, ദെൻ ഓർബിറ്റൽ ഓർ K ഇലക്ട്രോൺ ക്യാപ്ചർ, പിന്നെ പ്രോട്ടോൺ എമിഷൻ. പ്രോട്ടോൺ ടു ന്യൂട്രോൺ എമിഷനിലാണ് ഇങ്ങനൊരു പോസിട്രോൺ എമിഷൻ അല്ലെങ്കിൽ ബീറ്റ പ്ലസ് റേഡിയേഷൻ പോസിറ്റീവ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നത്, എമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ പ്രോട്ടോൺ ന്യൂട്രോൺ കൺവേർഷൻ്റെ സമയത്ത്, ട്രാൻസ്ഫോർമേഷൻ സമയത്താണ് ഈ ഒരു പോസിറ്റീവ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബീറ്റ പ്ലസ് റേഡിയേഷൻ ഓർ ദി പോസിട്രോൺ എമിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പോസിട്രോൺ ഇജക്റ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്ന, അതായത് നമ്മൾ നേരത്തെ മ്യൂ എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളിലായിരുന്നു നമ്മൾ നേരത്തെ ന്യൂട്രിനോ പറഞ്ഞത്. ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുമ്പോൾ അതിൻ്റെ മണ്ടയിൽ ഒരു ബാറും കൂടെ കാണും. അപ്പോൾ ആൻറ്റി ന്യൂട്രിനോയും കൂടെ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ പോസിട്രോൺ എജക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ആൻറ്റി ന്യൂട്രിനോയും കൂടെ എന്ത് ചെയ്യുന്നു, എജക്റ്റ് ചെയ്യുന്നു. സോ എന്താണ് പറഞ്ഞത്, പ്രോട്ടോണിൻ്റെ ന്യൂട്രോൺ കൺവേർഷൻ ട്രാൻസ്ഫോർമേഷന് സമയത്ത് പോസിട്രോൺ അല്ലെങ്കിൽ ഒരു ബീറ്റ പ്ലസ് റേഡിയേഷൻ പോസിറ്റീവ് ഇലക്ട്രോൺ ഫോം ചെയ്യുന്നു. ഈ പോസിട്രോണിൻ്റെ കൂടെ ന്യൂക്ലിയസ് ഒരു ആൻറ്റി ന്യൂട്രിനോയും കൂടെ ഇജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ NBP റേഷ്യോവും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ചില എക്സാമ്പിൾസും താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ നമുക്കുള്ളത് ഓർബിറ്റൽ ഓർ K ഇലക്ട്രോൺ ക്യാപ്ചർ ആണ്. സോ ഇന്നർ K ഷെല്ലിൽ നിന്നും ഓർബിറ്റൽ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് ക്യാപ്ചർ ചെയ്തിട്ട് അത് പ്രോട്ടോണിനെ ന്യൂട്രോണിലേക്ക് കൺവേർട്ട് ചെയ്ത് ന്യൂട്രിനോ എമിഷൻ നടക്കുന്നു. അപ്പോൾ അതായത് പ്രോട്ടോണിനെ ന്യൂട്രോണിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് എമിഷൻ നടക്കുന്നു, ന്യൂട്രിനോ എമിഷനും നടക്കുന്നുണ്ട്. സോ പ്രോട്ടോൺ ന്യൂട്രോൺ കൺവേർട്ട് ചെയ്യുമ്പോൾ ന്യൂട്രോണും ന്യൂട്രിനോയും ഉണ്ടാകുന്നു. അത് ഇന്നർ K ഷെല്ലിലെ ഓർബിറ്റൽ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ടാണ് ന്യൂക്ലിയസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓർബിറ്റൽ അല്ലെങ്കിൽ K ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് തുടർന്നുകയാണെങ്കിൽ NBP റേഷ്യോ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. എപ്പോഴും ഷെല്ലിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആയിരിക്കും അത് ക്യാപ്ചർ ചെയ്യുന്നത്. ആ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിനെയാണ് K ഷെൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ K ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. K ക്യാപ്ചർ കോമൺ ആയിട്ടല്ല കാണുന്നത്. അത് ന്യൂക്ലിയയിൽ എവിടെയാണോ NBP റേഷ്യോ ലോ ആവുന്നത്, അപ്പോൾ ന്യൂക്ലിയസിന് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും അവിടെ പോസിട്രോൺ എമിഷന് വേണ്ടത്. അപ്പം അങ്ങനെ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി അതിന് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി കിട്ടാത്തത് കൊണ്ട് അതെന്ത് ചെയ്യല്ല, കോമൺ ആയിട്ടല്ല നടക്കുന്നത്. അപ്പം ഇൻസഫിഷ്യൻ്റ് ആയിട്ട് എനർജിയുടെ കാരണത്താൽ NBP റേഷ്യോ ലോ ആയതുകൊണ്ടും ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള എനർജി ആണ് ഉള്ളതുകൊണ്ടും ന്യൂക്ലിയയിൽ ഒക്കൂർ ചെയ്യുന്നത് എപ്പോഴും കോമൺ ആയിട്ടുള്ള കാര്യമല്ല ഈ ഇലക്ട്രോൺ ക്യാപ്ചർ അല്ലെങ്കിൽ ഓർബിറ്റൽ ക്യാപ്ചർ എന്ന് പറയുന്നത്. എന്നാലും അത് NBP റേഷ്യോനെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് ഡീക്കേ ആണ് ഓർബിറ്റൽ അല്ലെങ്കിൽ K ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയുന്നത്. അപ്പം ഷെല്ലിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള K ഷെല്ലിലാണ് സംഭവം നടക്കുന്നത്. K ഇലക്ട്രോൺ ക്യാപ്ചർ ആണ്. K ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് അല്ലെങ്കിൽ ഓർബിറ്റൽ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്ത് പ്രോട്ടോണിനെ ന്യൂട്രോൺ കൺവേർഷനാണ് അവിടെ ന്യൂട്രിനോ എമിഷനും നടക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി പ്രോട്ടോൺ എമിഷൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിനെ പോസിബിൾ രീതിയിൽ എന്ത് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു ബൈ ദ ന്യൂക്ലിയസ് അറ്റ് വെരി ഹൈ എനർജി സ്റ്റേറ്റ്. അതിന് വേണ്ട എനർജി ഏകദേശം 8 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് വേണ്ടത്. സോ 8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആവശ്യമായിട്ടുള്ള എനർജി വെരി ഹൈ എനർജി സ്റ്റേറ്റിൽ എന്ത് ചെയ്യുന്നു, പ്രോട്ടോൺ എമിഷൻ നടക്കുന്നു. ഇറ്റ് വാസ് ഓൺലി പോസിബിൾ ആൻഡ് പ്രോട്ടോൺ എമിഷൻ നടക്കുകയാണെങ്കിൽ NBP റേഷ്യോ ഇൻക്രീസ് ചെയ്യാൻ പോസിബിൾ ആണ്.
സോ ഞാൻ ഈ പോർഷൻസ് എല്ലാം ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ഇത് കൂടാതെ നിങ്ങൾക്ക് മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. അത് സിമ്പിളായിട്ടുള്ള പോർഷനാണ്, വായിച്ചാൽ മനസ്സിലാവുന്ന പോർഷനാണ്. അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇനി അഥവാ ഡൗട്ട് ഉണ്ട് എനിക്ക് ചോദിച്ചാൽ മതി, ആ പോർഷനായിട്ട് വീഡിയോ ഇടാം. സോ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ആൻഡ് ആൾസോ NP റേഷ്യോ, സ്റ്റെബിലിറ്റി, മോഡ് ഓഫ് ഡീകെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഫിഗർ, ആ ഒരു ഗ്രാഫ് വരച്ചേക്കുന്നില്ലേ, അത് നിങ്ങൾ നോക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി ആയിരുന്നു നോക്കിയത്. ആർട്ടിഫിഷ്യൽ ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. അത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി പോർഷൻ എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും ഒക്കെ ഏകദേശം പോയിന്റ്സ് എല്ലാം ചേർത്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ചുരുക്കിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് വായിക്കണം, എന്നിട്ട് വേണം അത് പഠിക്കാനായിട്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് പോർഷൻസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ പുതിയ പോർഷൻസ് വേണമെങ്കിൽ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ പറയാം. മാസ് ഡിഫക്റ്റിൻ്റെയും ബൈൻഡിങ് എനർജി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. അതാണ് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, സോ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.